ക്രിസ്മസിന് നമുക്കെന്ത് പരിപാടി? ആരെങ്കിലും കരോളാകുമ്പോൾ അത് പോയി അലമ്പാക്കണം. ചൊറിയാ വന്നവൻ്റെ പല്ലടിച്ച് കുളിക്കണം. പരിപാടി മൊത്തത്തിൽ കൊളാക്കണം. ഇതാണല്ലോ മറ്റേ നമ്മുടെ സ്ഥിരം പരിപാടി. അണ്ണാ അച്ഛാ ഒരു മിനിറ്റ്. എന്താ മൂഡേഴ്സ് ക്ലബ്ബിലെ പയ്യന്മാർ കാണാൻ വന്നിട്ടുണ്ട്. വിളിക്കട്ടാ. അവന്മാർ എന്നെ ഇപ്പോൾ കാണാൻ പറഞ്ഞു. ആരും ജോലി വാടാ അണ്ണാ. അവന്മാർ എന്താ കാര്യം? ഒരു കാര്യം പറയാണ്ടായിരുന്നു. ഒട്ടിടിക്കാണ്ട് കാര്യം പറഞ്ഞു കൊടുക്കടാ. അമ്മ ഞങ്ങൾ ഇപ്രാവശ്യം കഴിവുകളെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ വേണ അലമ്പാക്കരുതെന്നാവല്ലേ? അലമ്പാക്കും അലമ്പാക്കും ഇച്ചു അലമ്പാക്കും. അല്ല അണ്ണ, ഇത്തവണ ഞങ്ങളുടെ ക്ലബിന് വേണ്ടി അണ്ണൊന്ന് പപ്പാനിയാവണം. ആൾക്കാരെ വെറുപ്പിക്കുന്ന ഗുണ്ടബിജുവിനെ പിടിച്ച് നിനക്ക് പപ്പാഞ്ഞാക്കണമല്ലടാ. ഗുണ്ടബിജു എന്ന് പറഞ്ഞ ഈ നാട് പറിക്കും, അതറിയോടാ. എന്നിട്ട് അങ്ങനെയുള്ള അങ്ങനെ പിടിച്ച് നിനക്ക് കോമഡി പീസ് ആക്കല്ലോ. അണ്ണാ ഞങ്ങൾ പെട്രോൾ വെച്ച് കത്തിച്ചേക്കട്ടാ. പെട്രോളിനൊക്കെ ഭയങ്കര വിലയാ. നമുക്ക് പച്ചക്ക് എത്തിക്കാം. ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പപ്പാജിക്ക് ഈ സ്റ്റെപ്പ് പോരെ കുഞ്ഞേ? മതി. അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് രണ്ട് ഇടിയിട്ടിയാലെന്ത്? ബിജുണ്ണനെ ഒതുക്കിയതുകൊണ്ട് ഇപ്രാവശ്യം കരവോളം അടിപൊളി. അല്ല, അതാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള മണ്ടന്മാരെ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് നേരിടേണ്ടത്.